നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ കടുകെണ്ണ പരട്ടി കാണിച്ചിരുന്നല്ലോ. കടുകെണ്ണ കണ്ടോ, ഒലിവ് ഓയിലും കൂടി കണ്ടോ. നന്നായിട്ട് മുടി കൊഴിച്ചിലുള്ളവർക്ക് മുടി കൊഴിച്ചിൽ നിൽക്കും കേട്ടോ. കണ്ടോ, നല്ല നല്ല ഒരു സൂപ്പർ മിക്സിംഗ് ആണ് ആ ഓയിൽ കേട്ടോ. നല്ല തിക്നെസ്സും ഉണ്ടാവും, കളറും ഉണ്ടാവും. നന്നായിട്ട് ഹെയർ ഫോൾ ഉള്ളവർക്ക് ഹെയർ ഫോൾ തടയാനും പറ്റും. ഏറ്റവും സൂപ്പറാണ്. അത് ഇന്നലെ രാത്രി തേച്ചു, ഓവർനൈറ്റാണ് തേച്ച് വെച്ചത്. തേച്ച് കഴിഞ്ഞ് ഇന്ന് രാവിലെ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് മാസ്ക് ഉണ്ടാക്കിയത്. 1 നെല്ലിക്കപ്പൊടി, നമ്മുടെ സുപ്രീമായിട്ടുള്ള നെല്ലിക്കപ്പൊടി. 2 ഹെന്ന. 3 ഇരട്ടിമധുരം. ഈ 3 കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ പേസ്റ്റ്. ഇന്ന് തലയിൽ തേച്ച് വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഓവറായിട്ടുള്ള ആ എണ്ണമെഴുക്കൊക്കെ പോയി കണ്ടോ. ഇന്നലെ നന്നായിട്ട് തലയോട്ടിലും തലമുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചതാണ് കടുകെണ്ണ കേട്ടോ. കടുകെണ്ണ ഏറ്റവും നല്ലതാണ് കേട്ടോ. കടുകെണ്ണ തേച്ച് നമ്മൾ പിറ്റേ ദിവസം ഓവർനൈറ്റ് വയ്ക്കാൻ പറ്റാത്തവർ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ മുമ്പ് തലയിൽ തേച്ച് വയ്ക്കാം. ഞാൻ പറഞ്ഞ ഈ മിക്സിങ് കേട്ടോ. അത് തേച്ച് ഒലിവ് ഓയിലും കടുകെണ്ണയും കൂടി. കടുകെണ്ണ കൊഴുപ്പാണ്. കൊഴുപ്പ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഏതാണോ എണ്ണ ഏറ്റവും ബെസ്റ്റ് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കാണാനും രസമുണ്ട്, കൂടാതെ നല്ല റിസൾട്ടാണ്. ഓവറായിട്ടുള്ള മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ പോകും കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാവില്ല നമുക്ക്. ഇത് അത്രയും നല്ല സൂപ്പർ ആണ് കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട്, ഈ ഓവറായിട്ടുള്ള എണ്ണ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച 3 പാക്കാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി, പിന്നെ ഇരട്ടിമധുരം. ഇത് 3 കൂടി നമ്മൾ ഉപയോഗിച്ച് കഴുകി കളഞ്ഞാണ് കേട്ടോ. എന്താ 1 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂർ നിന്നു ഞാൻ. 1 മണിക്കൂർ നിന്നിട്ടാണ് ഇത് വാഷ് ചെയ്ത് കളഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ നമ്മളുടെ എണ്ണകളായിട്ടും ജെല്ലായിട്ടും ഉപയോഗിച്ച് നമുക്ക് ആ മുടിയുടെ ഒരു തിക്നെസ് ഒക്കെ വരട്ടെ. തിക്നെസ് വന്ന് അതുപോലെ ഹെയർ ഫോളൊക്കെ കുറയട്ടെ കേട്ടോ. സ്കാൽപ്പിനെ ഹെൽത്തി ആക്കും. ഒരുപാട് ഗുണങ്ങളുണ്ട് മാറി മാറി നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നതോടുകൂടി. അപ്പോൾ ഓവറായിട്ട് എണ്ണ ഉണ്ടാവില്ല. പിറ്റേ ദിവസം നമ്മൾ വാഷ് ചെയ്ത് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഈ പാക്കൊക്കെ നമ്മൾ ഹോം മെയ്ഡ് പാക്കൊക്കെ ചെയ്യുമ്പോൾ മുടിക്ക് നല്ല തലയ്ക്കും നല്ല തണുപ്പും മുടിക്കും നല്ല തിളക്കവും എല്ലാം ഉണ്ടാവും കേട്ടോ. നമ്മൾ വെറുതെ കെമിക്കലായിട്ടുള്ള ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ് കേട്ടോ. പാക്കും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അധികം വിലയില്ലാത്ത കുറേ സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ ആയുർവേദ. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ല നല്ല രസമായിരിക്കും കാണാനായിട്ട്. നമ്മൾ ഈ കോമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ചീർപ്പ് ഇങ്ങനെ അകന്ന ചീർപ്പാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ വിരൽ കൊണ്ട് വിടുത്തിയിട്ട് വേണം ഈ ചീപ്പ് ഉപയോഗിക്കാൻ കേട്ടോ. വിരൽ കൊണ്ട് മുടി വിടുത്തിയിട്ട് വേണം ഇതുകൊണ്ട് ഇങ്ങനെ പതുക്കെ 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 കോമ്പ് ചെയ്ത് കൊടുക്കാൻ. ഉണ്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാജിന് വേണ്ടിയിട്ട്, ഹെയർ മസാജ് ചെയ്യാൻ വേണ്ടി, കോമ്പിങ് മസാജ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ചീർപ്പ് ഉപയോഗിക്കാം കേട്ടോ. ഇതേപോലെ എന്നിട്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് തിരിച്ചും മറിച്ചും ചെയ്യാവുന്നതാണ് കേട്ടോ. ഹെയർ കോമ്പിങ് ഇങ്ങനെ മുടി വെടുത്തിയിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവും. മുടി ഒരിക്കലും കോമ്പ് ചെയ്ത് ജട കളയരുത് കേട്ടോ. ഇങ്ങനെ ഇരിട്ട് എന്നോട് ചോദിച്ചു ഹെയർ കോമ്പിങ്ങിൻ്റെ കാര്യം എങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഹെയർ കോമ്പിങ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഈരിട്ട് മുടി നമുക്ക് ഫ്രണ്ടിലേക്ക് ഇടാം. ചുറ്റിന് നമ്മൾ ഇങ്ങനെ ഡെയിലി രാത്രിയും അതുപോലെ പകലും നമുക്ക് ഇതുപോലെ ഹെയർ കോംബ് ചെയ്യാം കേട്ടോ. ഇത്രയും മതി. നമ്മൾ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് മുടി ഫ്രണ്ടിലേക്ക് ഇടാം. അത് ഞാൻ ഒരിക്കൽ കാണിച്ചു തന്നാണ്. പിന്നെ എന്നോട് ചോദിച്ചു ഹെയർ കോമ്പിൻ്റെ കാര്യം.
അപ്പോൾ അത് ഒന്നും കൂടി കാണിച്ചു തരാനാണ് കേട്ടോ. ഇങ്ങനെ എടുക്കാം, എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ തിരിച്ചു മറിച്ചും ഇതുപോലെ കോമ്പ് ചെയ്ത് കൊണ്ടെടുക്കുക കേട്ടോ. ശരിക്കും ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതുപോലെ കോമ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മുടിക്ക് ഒരു മസാജ് കിട്ടും കേട്ടോ. തലയ്ക്കും തലോട്ടിനൊക്കെ ഒരു ഹെയർ മസാജ് കിട്ടും. അപ്പം ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും, നമുക്ക് മുടി ഫോളിക്കിൾസ് വികസിക്കും, മുടി ധാരാളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഹെയർ കോമ്പിങ്ങിൻ്റെ ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഡെയിലി 2 നേരം ചെയ്യാം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ ഇങ്ങനെ ഹെയർ കോമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും സ്കാൽപ്പിലുള്ളത്. അതുപോലെ നമ്മുടെ ഫോളിക്കിൾസ് ഒക്കെ ഓപ്പൺ ആവട്ടോ. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതാണ് ഹെയർ മസാജ് എന്ന് പറയുന്നത് കേട്ടോ. 2 നേരം ചെയ്യാം. അതുകൊണ്ട് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹെയർ കോമ്പിങ് ചെയ്തിട്ട് നന്നായിട്ട് മുടി വളർന്നു. നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് മതി നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഡെയിലി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായ നല്ല റിസൾട്ട് കിട്ടും. മൊത്തത്തിലൊരു മസാജ് കിട്ടും സ്കാൽപ്പിൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അകത്തും പുറത്തും ഒക്കെ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിടാം മുടി കേട്ടോ. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഇന്നലെ തേച്ചല്ലോ, ഇന്നലെ കടുകെണ്ണ തേച്ചു, ഇന്ന് ആ കടുകെണ്ണ കളഞ്ഞു. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നിപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ പോകുന്നത് ചെമ്പരത്തിയുടെ ജെല്ലാണ് കേട്ടോ, ഹൈബിസ്കസ് ജെല്ല്. അപ്പോൾ ഹൈബിസ്കസ് ജെല്ല് എന്ന് പറയുമ്പോൾ മുടി നന്നായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഇതുപോലെ തേച്ച് പിടിപ്പിക്കും, തലോട്ടിയിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കും. അപ്പോൾ മുടിക്ക് നല്ലൊരു, തലയ്ക്കൊക്കെ എന്ത് തണുപ്പാണെന്നറിയോ, നല്ല സുഖം കിട്ടും നമുക്ക് കഴിയുമ്പോഴത്തേക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു മസാജും കൂടിയാണ് കേട്ടോ. ഇങ്ങനെ ലെയർ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ, ജെല്ല്. അപ്പോൾ മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പാക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ 30 ഡേയ്സ് ഹെയർ കെയർ പറഞ്ഞ കൂട്ടത്തിൽ ഇതുപോലെ എണ്ണ തേക്കാം. എണ്ണ തേച്ച് പിറ്റേ ദിവസം കഴുകിക്കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓവർനൈറ്റ് പറ്റുന്നവർ അത് ചെയ്യുക. അല്ലെങ്കിൽ ഡേ ടൈമിൽ നമുക്ക് ഇത് പരട്ടിയിട്ട് ഉണങ്ങിയിട്ട് കെട്ടിവെക്കാം കേട്ടോ. വാഷ് ചെയ്ത് കളയണമെന്നില്ല. ഇത് ആദ്യം തലോട്ടിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക, ജെല്ല്, ഹൈബിസ്കസ് ജെല്ല് കേട്ടോ. തേച്ച് പിടിപ്പിച്ചിട്ട് ഉണങ്ങിയിട്ട് മുടി പിന്നീടാം കേട്ടോ. മുടി പിന്നീട് എന്ത് റിസൾട്ടാണെന്നറിയോ, നമുക്ക് ബേബി ഹെയർ വരുന്നത് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ അടുപ്പിച്ച് നമ്മൾ ഓരോ പാക്കും ജെല്ലും അതുപോലെ ഓയിൽ മസാജൊക്കെ ചെയ്യുമ്പോൾ മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും, താരനൊന്നും ഉണ്ടാവില്ല. നമ്മൾ കോസ്റ്റ്ലി കൊടുത്തിട്ട് വോളിമൈസ് ചെയ്യുക അല്ലേ, മുടി കൂടുതലുള്ളതായിട്ട് കാണിക്കുക, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ മുടി വളരും. എന്താ, അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വീടുകളിൽ ഹോം മെയ്ഡ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ജെല്ല് സൂപ്പറാണ്, മുടി വളരാൻ ഏറ്റവും സൂപ്പറാണ് കേട്ടോ.
അതുപോലെ മുടി നല്ല ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല സിൽക്കി ഫീലിംഗ് ഉണ്ടാവും നമുക്ക്. ട്രഡീഷണൽ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ് കേട്ടോ ഈ ചെമ്പരത്തി. ചെമ്പരത്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എവിടെയും താളി എന്ന് പറയുമ്പോൾ ഓടി വരുന്നത് ചെമ്പരത്തിയാണ്. അപ്പോൾ ഇത് ചെമ്പരത്തി പൂവിൻ്റെ ജെല്ല് കേട്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്ത് ബാക്കിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഉണ്ട് ഞാൻ ജെല്ല് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ. അപ്പോൾ കാണാത്തവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ജെല്ല് ഉണ്ടാക്കി ഇങ്ങനെ അപ്ലൈ ചെയ്യുക, തലമുടിയിൽ തേക്കാം കേട്ടോ. കൂടുതൽ ഒന്നും വേണ്ട, നമുക്ക് അധികം പൈസയൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ അല്പം നമുക്ക് മുടി സമയം മുടിക്ക് വേണ്ടി നമുക്ക് കളയാം കേട്ടോ. നമ്മൾ ഇങ്ങനെ പോയി ഓരോ സ്ഥലത്തും പോയി ചെയ്തിരുന്ന് നമ്മളെ മുടി നഷ്ടപ്പെടാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് നമുക്ക് മുടി അപ്ലൈ ഇതിലൊക്കെ തലമുടിയിലും തലോട്ടിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും കേട്ടോ. ഏത് തരത്തിലുള്ള മുടി കൊഴിച്ചിലാണെങ്കിലും നമുക്ക് അതിന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് മരുന്ന് കഴിക്കുക. തൈറോയിഡ് അങ്ങനെയുള്ള അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ മരുന്ന് കഴിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ. ഈ ഡെയിലി തല കുളിക്കണം. ശരിക്കും കുളിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുടിയുടെ ഡ്രൈനെസ് ഒക്കെ മാറി മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അതേസമയം നമ്മൾ മറ്റുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ ഡെയിലി മുടി നനയ്ക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതല്ലാതെ നമുക്കൊന്നിനെയും പേടിക്കാതെ ധൈര്യപൂർവ്വം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എന്നും നമ്മൾ ഇതുപോലെ കെയർ ചെയ്ത് പോയാൽ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഹീറ്റോ കാര്യങ്ങളോ ഒന്നും മുടിക്ക് കൊടുക്കാതിരിക്കുക. നാച്ചുറലായിട്ടുള്ള ഉണക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഡ്രയർ ഉപയോഗിച്ച് ഉണക്കാതെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ മുടി ഉണക്കിയെടുക്കുക. അതെങ്ങനെയാണെന്ന് അതും വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കണ്ടു നോക്കണം കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മുടി പൊട്ടിപ്പോവില്ല, ഊരിപ്പോവില്ല, സ്പ്ലിറ്റ് എൻഡ് ആവില്ല. പകരം ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, സ്കാൽപ്പിനെ ഹെൽത്തി ആക്കും, ഫോളിക്കിൾസ് ഓപ്പൺ ആവും, ഡ്രൈനെസ് മാറിക്കിട്ടും, ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. 30 days എന്നോട് പറഞ്ഞു വേണമെന്ന്. പക്ഷെ കുറച്ചുകൂടി ആൾക്കാർ വരട്ടെ മുന്നോട്ട്, അവർ കൂടി തയ്യാറാവണമല്ലോ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞോളൂ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അധികം ആരും സപ്പോർട്ട് പറഞ്ഞിട്ടില്ല. 30 daysൻ്റെ ആരും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാവരും തിരക്കായിട്ടാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനിയിപ്പോൾ 30 days നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ഈ ജെല്ല് കേട്ടോ. അപ്പോൾ ജെല്ല് മുടിയുടെ അറ്റത്ത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. തേച്ച് പിടിപ്പിച്ചിട്ട് പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളയാം കേട്ടോ. മുടി ഉണങ്ങിയിട്ട് കെട്ടി വെച്ചാൽ മതി. അല്ലെങ്കിൽ മുടിയിൽ കായൊക്കെ വരും. ഈറിനോടുകൂടി ഒന്നും നമ്മൾ കെട്ടി വെക്കാൻ പാടില്ല, മുടി ഈരാൻ പാടില്ല. അപ്പോൾ ഇതിന് മുമ്പൊക്കെ നമ്മൾ ഈ ഹെയർ കോമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ 3 കാര്യം അടുപ്പിച്ച് ചെയ്ത് കാണിച്ചല്ലോ. ഹെയർ ഓയിൽ ചെയ്യാം, പിന്നെ പാക്ക് ഉപയോഗിച്ച് ഹെയർ ഓയിലിനെ കളയാം, അത് കഴിഞ്ഞ് കോമ്പിങ് മസാജ് ചെയ്യുക, പിന്നെ നമ്മുടെ ജെല്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക, വീഡിയോ കാണാം. ജെല്ലുണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, മുടി ഊരിപ്പോണതിനെ കുറിച്ചിട്ട് ടെൻഷൻ ഇല്ലാതിരിക്കുക. എല്ലാവരും ഈശ്വരനെ ധ്യാനിച്ച് മുന്നോട്ട് പോവുക. എപ്പോഴും ഈശ്വരൻ്റെ ഒരു സാമീപ്യം നമ്മളിൽ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് എല്ലാ കാര്യവും ചെയ്തോളൂ. എല്ലാത്തിനും തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ കാണാം കേട്ടോ.